ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ മധ്യമേഖല ജാഥ കഴിഞ്ഞ 6-ാം തീയതി ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഹാബ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത് അത് വിവിധ ജില്ലകളിൽ കൂടി കടന്ന് പത്തനംതിട്ട ജില്ല പൂർത്തിയാക്കി, കോട്ടയം ജില്ല പൂർത്തിയാക്കി, ഇടുക്കി ജില്ല എല്ലാ നിയോജക മണ്ഡലത്തിൽ കൂടെ ഒക്കെ പൂർത്തിയാക്കി, എറണാകുളം ജില്ലയിൽ 2 ദിവസം മുമ്പ് എത്തി. ഇന്ന് അതിൻ്റെ സമാപനമാണ്. 4 നിയമസഭാ മണ്ഡലം കൂടിയുണ്ട്, സമാപിക്കുകയാണ്. എല്ലാ നിയമസഭാ മണ്ഡലത്തിൽ കൂടെ ഈ മധ്യമേഖല ജാഥ ഈ 4 ജില്ലകളിലെ എല്ലാ നിയമസഭാ മണ്ഡലത്തിൽ കൂടെ കടന്നുപോയി. എനിക്ക് ഏറ്റവും വലിയ ചാരിതാർത്ഥ്യമുണ്ട്. ജാഥയുടെ ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് നമ്മുടെ PK ബിജുവും ശൈലജ ടീച്ചറും അതുപോലെ തന്നെ PP സുനിൽ ഒക്കെ MPയും മറ്റ് ജാഥയുടെ ഉള്ള ടീമംഗങ്ങൾ ഉണ്ടായിരുന്നു. അവരെല്ലാം ഒറ്റ ടീമായി ആണ് ഈ ജാഥയെ ഉടനീളം ഉണ്ടായിരുന്നത്. സർക്കാരിനെതിരെയും LDFനെതിരെയും സംഘടിത പ്രചാരണം നടന്നുവെങ്കിലും ജനം അതൊന്നും മുഖവിലക്കെടുത്തിട്ടില്ല. അതിന് ഏറ്റവും വലിയ തെളിവ് ആയിരക്കണക്കിന് ജനങ്ങൾ ഈ യോഗങ്ങളിലെല്ലാം ഒഴുകിയെത്തി എന്നുള്ളതാണ്. എല്ലാവരും വളരെയധികം ഞങ്ങൾ പോയ പ്രദേശങ്ങളിലെല്ലാം ആവേശത്തോടു കൂടിയുള്ള ആ പ്രതികരണമാണ് നമുക്ക് ലഭിച്ചത്. സാധാരണ രീതിയിൽ സമാപനം, ഓരോ ദിവസത്തെ സമാപനം നമുക്കറിയാം, ഈ ആളുകൾ വളരെയധികം ആയിരക്കണക്കിനുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും താമസിച്ചു പോകാറുണ്ട്. 8 മണിക്കും 8:30ക്കും 9-നും രാത്രിയിൽ ചെന്ന സമ്മേളനങ്ങളുണ്ടായിരുന്നു. ആ വൈകി ചെന്ന സമ്മേളനങ്ങളിൽ പോലും ജനസാഗരമായിരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഒരു കാര്യം, ഞങ്ങൾക്ക് കിട്ടുന്ന ഫീൽഡിൽ നിന്ന് കിട്ടുന്ന പൾസ്, അത് ഈ പോയ നിയമസഭാ മണ്ഡലങ്ങളിലും വലിയ ഒരു ട്രെൻഡ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ പൊതു തെരഞ്ഞെടുപ്പിൽ LDFൽ വിശ്വാസമർപ്പിച്ച മുഴുവൻ പേരും മനസ്സുകൊണ്ടെങ്കിലും ഇതിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. ഇല്ലാത്തവരൊക്കെ വന്നവര് ഒരാൾ പോലും പോകാതെ, പിന്തിരിപ്പിക്കാതെ, അല്ലെങ്കിൽ ആരും പോകാതെ മുഴുവൻ സഭയും അതിൽ നിന്നു എന്നുള്ളതാണ്. ചിലർക്ക് വരാൻ പറ്റാത്തവര് അവരൊക്കെ മനസ്സുകൊണ്ട് LDFനോടൊപ്പം അവർ നിന്നിട്ടുമുണ്ട്. ഇന്ന് ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് മറ്റ് മേഖലകളിലും 2 ജാഥകൾ നടക്കുകയാണ്. അടുത്ത 2 ദിവസം കൊണ്ട് ഇത് പൂർത്തിയായി കഴിയുമ്പോൾ കേരള സംസ്ഥാനത്തെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും ഈ ജാഥ കടന്നു പോകും. ഈ ജാഥ കടന്നു പോകുന്ന പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് UDF മണ്ഡലങ്ങളിലാണ് വൻ സ്വീകരണം ലഭിച്ചത് എന്നത് LDFന് വർദ്ധിച്ചു വരുന്ന ഒരു ആത്മവീര്യം നൽകുന്നുണ്ട്. UDF മണ്ഡലങ്ങളിൽ, UDF പ്രതിദാനം ചെയ്യുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ LDFന് വലിയ ആവേശകരമായ ഒരു സ്വീകരണം കൂടി നമുക്ക് ലഭിച്ചു എന്ന് പറയുന്നത് നമുക്കൊരു തീർച്ചയായും ഒരു കോൺഫിഡൻസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ മണ്ഡലത്തിൽ കൂടെ പോകുമ്പോൾ അവിടുത്തെ വികസന പദ്ധതികളൊക്കെ എടുത്ത് വിലയിരുത്താറുണ്ട്. ഇവിടെ നിങ്ങൾ തൊട്ട് മുമ്പ് തന്നെ കണ്ടു,
നമ്മളിവിടെയുള്ള നാട്ടുകാരുമായിട്ടൊക്കെ സംസാരിക്കുന്നത്. പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ നോക്കാതെ അവിടെയെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നത് കോടികളുടെ വികസന പദ്ധതികളാണ്. അത് ഏത് പ്രദേശത്താണെങ്കിലും, എറണാകുളത്താണെങ്കിലും പലതും നിങ്ങൾക്കറിയാവുന്ന UDFൻ്റെ MLA പ്രതിദാനം ചെയ്യുന്ന പ്രദേശങ്ങളുണ്ട്. അവിടെ പോലും എല്ലാ സ്ഥലങ്ങളിലും അത് പാർട്ടി നോക്കാതെ, മുന്നണി നോക്കാതെ വികസന പ്രവർത്തനങ്ങൾ ഈ കേരള സംസ്ഥാനത്തുടനീളം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്. പക്ഷേ മനഃപൂർവ്വം ജനങ്ങൾ ഏൽപ്പിച്ച ചുമതലയിൽ അലംഭാവവും നിസ്സംഗതയും കാണിച്ച വികസനത്തോട് മുഖം തിരിച്ചവരെ തുറന്നു കാണിക്കുവാനും ഇതിന് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വളരെയധികം ക്ഷേമ പെൻഷനുകളും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 2000 രൂപ വെച്ച് ക്ഷേമ പെൻഷൻ കൊടുക്കുവാൻ കഴിഞ്ഞു. ഇവിടെ തന്നെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി കൊടുത്തത് 35 വയസ്സിനും 60 വയസ്സിനും ഉള്ളത് നമുക്ക് 30 വയസ്സ് വരെ ആക്കണം എന്ന് പറഞ്ഞ നിർദ്ദേശങ്ങളെ ഏറ്റവും സാധാരണക്കാരെ ചേർത്ത് പിടിച്ച ഒരു സർക്കാരായിട്ടാണ് കാണിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ സാമ്പത്തികമായ ഉപരോധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കലും ഒരു കോംപ്രമൈസ് രൂപപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും എനിക്ക് പറയാനുള്ളതൊരു പ്രധാനപ്പെട്ട കാരണം, ഈ ആവേശകരമായ ഒരു പ്രതികരണം എല്ലാ പ്രദേശങ്ങളിലും നമുക്ക് ലഭിക്കുമ്പോൾ ഈ ജാഥയുടെ, നമുക്കറിയാം മറുവശത്ത് മറ്റൊരു ജാഥ നടക്കുന്നു, അതിൻ്റെ ശോഭ കെടുത്തുവാനുള്ള ഒരു ശ്രമം പലപ്പോഴും നടന്നിട്ടുണ്ട്. അതിന് തന്നെ ഒരു ടീം, ഒരു കോമൺ പെയ്ഡ് പ്ലാറ്റ്ഫോംസ് രൂപം കൊടുത്തിരിക്കുക. ഒരു കോമൺ പെയ്ഡ് പ്ലാറ്റ്ഫോം രൂപം കൊടുത്തിരിക്കുക, CPP എന്ന് തന്നെ നമുക്ക് പറയാം. അത് എന്താ 2026 അതിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ CPP കേരളത്തിൽ പ്രവർത്തിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് നരേറ്റീവ് സെറ്റ് ചെയ്യേണ്ടത്? ഇപ്പോൾ LDF മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള നരേറ്റീവ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഈ കോമൺ പെയ്ഡ് പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കുക. പല പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അത് സ്വകാര്യ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഉദാഹരണത്തിനായിട്ട് ആദ്യമേ തന്നെ നമ്മുടെ ശബരിമലയുടെ വിഷയം എടുക്കുക. ആ ശബരിമലയുടെ വിഷയത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, അതൊരു സ്പെഷ്യൽ ഹൈക്കോടതിയുടെ ബെഞ്ച് തന്നെയുണ്ട്. അവിടെ ഇനിഷ്യേറ്റീവിൽ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കുന്നു. എല്ലാം ആ വിഷയം സങ്കീർണമാണെങ്കിലും നേരെയുള്ള വഴി കൂടിയാണ് പോകുന്നത് എന്ന് കൃത്യമായി ആ കോടതി തന്നെ പറഞ്ഞിരിക്കുക. പലരും അതിൽ നിന്ന് മാറ്റി അന്വേഷണം മാറ്റുവാനുള്ള ശ്രമം നടത്തി കേസ് കൊടുത്തിട്ടും കോടതി പറഞ്ഞു, ഞങ്ങൾ ഒരാളെപ്പോഴും നമ്മൾ ഒഴിവാക്കാതെ കുറ്റക്കാരെ കൃത്യമായി ഞങ്ങൾ കണ്ടുപിടിച്ച് മുന്നിൽ കൊണ്ടുവരും. അതിൽ കൂടെ എന്താ ചെയ്യുക? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും എന്തൊരു സംശയമുണ്ടോ? ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ടീമും കൂടെയാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത ദിവസം നമുക്ക് അയ്യപ്പ സംഘവുമായിട്ട് ഒരെണ്ണം അതൊക്കെ അതിൻ്റെ ഗേറ്റ് അടയുന്നു. അത് ആ അന്വേഷണം ചെന്നെത്തുന്നത് പ്രതിപക്ഷത്തെ ചില വ്യക്തികളിലേക്ക് എത്തിയപ്പോൾ തന്നെ ആ ഗേറ്റ് അങ്ങടച്ചു. അടുത്തത് അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അത് ഈ ബെഞ്ചിന്റെ കീഴിലാണ്, അവരുടെ അനുവാദത്തോടുകൂടിയാണ്. അതല്ലെങ്കിൽ പോലും അതിൻ്റെ എല്ലാ പ്രവർത്തനവും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും അത് ഈ ബെഞ്ചുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മുന്നോട്ട് പോകും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അപ്പോൾ അടുത്ത അങ്ങോട്ട് വന്നു. രണ്ടാമത്, ഇപ്പോൾ ഒരു മുന്നണിയുമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ എന്ന നിലയ്ക്ക് ആ പാർട്ടിക്കകത്ത് ആദ്യമേ എന്തായിരുന്നു?
മുന്നണി മാറ്റം ഒരിക്കലും മനസ്സിൽ ചിന്തിക്കാത്ത ഒരു കാര്യത്തിലേക്ക് അതിലേക്കൊരു നരേറ്റീവ് കൊണ്ടുവന്നു. എന്നിട്ട് ഒരു സംശയം മുന്നണിക്കകത്ത് കൊണ്ടുവരാനുള്ള ശ്രമം. അത് കഴിഞ്ഞതിന് ശേഷം അതങ്ങോട്ട് വാതിലടച്ചു കഴിഞ്ഞപ്പോൾ അടുത്തത് പാർട്ടിക്കകത്ത് എന്തോ വിഷയമുണ്ട് എന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഇന്നലെ ഇപ്പം ഞാൻ ഈ ഒരു LDF-ന്റെ ജാഥയുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ പറയേണ്ട കാര്യമില്ല, പക്ഷേ നിങ്ങളതൊക്കെ ഓപ്പൺ ചെയ്യും. അതുകൊണ്ട് ഇനി അത് ആ ഗേറ്റിലൂടെ ഒന്ന് അടയ്ക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് മാത്രം. സതുദ്ദേശത്തോടു കൂടിയാണ് റോഷി അഗസ്റ്റിൻ പറഞ്ഞത്. എനിക്കൊന്നും ഇഷ്ടപ്പെട്ടു, എനിക്കൊന്ന് സൂചിച്ചു അദ്ദേഹം അത് പറഞ്ഞപ്പം. പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് അതങ്ങനെ പറയാമോ, അങ്ങനെ ചെയർമാനില്ലേ? അത് പാർട്ടിയാണ്. അദ്ദേഹം ഇന്നും അത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്, അതിനും ഒരു സംശയവുമില്ല. മാത്രമല്ല, ഞാൻ ചോദിച്ചോട്ടെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാ പിണറായി വിജയനോട് ചോദിച്ചു, മത്സരിക്കുമോ? എന്താ അദ്ദേഹം പറഞ്ഞു? പാർട്ടി തീരുമാനിക്കും. അതല്ലേ, അതിനല്ലേ പറഞ്ഞു. പിന്നെ കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം ഇടതുപക്ഷത്തിൻ്റെ CPM-ന്റെ ആളുകൾക്ക് അദ്ദേഹം മത്സരിക്കണമെന്ന് ആഗ്രഹമാണ്. കേരള കോൺഗ്രസ് പാർട്ടിയോട് സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ്, ഞാൻ മത്സരിക്കണമെന്ന് ആഗ്രഹമാണ്. പക്ഷെ അത് പാർട്ടി തീരുമാനിക്കും. അല്ല, ഞാൻ തന്നെ എടുത്ത് പറയുന്നു, പരിമിതിയില്ല, ഞാൻ മത്സരിക്കാം. ആരെങ്കിലും പറഞ്ഞാൽ മത്സരിക്കും, ഞാൻ പറഞ്ഞാൽ മത്സരിക്കുകയല്ല, പാർട്ടി തീരുമാനിക്കും. അപ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഏറ്റവും പ്രധാനമായും ഒരു പെയ്ഡ് കോമൺ പെയ്ഡ് പ്ലാറ്റ്ഫോംസ് ആണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്ലേ ചെയ്യുന്നത്. അതിനി പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. അടുത്ത നെറേറ്റീവ് വരും. കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട്, കേരളത്തിൻ്റെ ജനങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കട്ടെ, ചർച്ച ചെയ്യട്ടെ. ഞങ്ങൾ ആൻസറബിളാണ്, ഞങ്ങൾ അക്കൗണ്ടബിളാണ്. ഏതിലാണ് വിഷയമുള്ളത് ഞങ്ങൾ അക്കൗണ്ടബിളാണ്. അവിടെ പോരായ്മയുണ്ടെങ്കിൽ പറയട്ടെ. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയോ ഏതെങ്കിലും ഒരു മുന്നണിയുടെയോ അതൊന്നും ജനത്തിന് പ്രശ്നമല്ല. ജനത്തിന് വേണ്ട ഉത്തരവാദിത്തോടു കൂടിയ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുമ്പോൾ ആ വികസനത്തിനുള്ള അക്കൗണ്ടബിലിറ്റിയാണ്. മറ്റു കാര്യങ്ങളിലുള്ള അക്കൗണ്ടബിലിറ്റി വേണം, അത് കോടതി നോക്കുന്നു. ഇതാണ് പൊതുവായിട്ട് പറയാനുള്ളത്.